പൊതുവഴികൾ ഭിന്നശേഷി സൗഹൃദമാക്കണമെന്നാവശ്യപ്പെട്ട് ബോധവൽക്കരണ പരിപാടിയുമായി സക്ഷമ എൻ്റെ വഴി എൻ്റെ അവകാശം എന്ന സന്ദേശം നൽകിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക ഭിന്നശേഷി ദിനമായ ഡിസംബർ 3-ന് എറണാകുളത്ത് പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടത്തും. ഭിന്നശേഷി സൗഹൃദമെന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ നിരത്തുകൾ ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു കിടക്കുകയാണ്. നടവഴികളിൽ കാഴ്ചപരിമിതർക്ക് നടക്കാൻ സഹായമായി ടാക്ടൈലുകൾ പാകിയിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇത് തകർന്നു കിടക്കുകയും നടക്കുമ്പോൾ തടസ്സമാകുന്ന തരത്തിൽ തൂണുകൾ വെച്ചിട്ടുണ്ടെന്നും ഭിന്നശേഷി ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സക്ഷമ ചൂണ്ടിക്കാണിക്കുന്നു. പകർച്ചവ്യാധി പോലെയാണ് ഈ ഒരു ആബ്സല്യൂട്ട് കെയർലെസ്നെസ് എന്ന് പറയുന്നത്. ഒരു വൈകല്യമുള്ളവരെ പറ്റി, പ്രത്യേകിച്ചും അന്ധരായിട്ടുള്ളവർക്ക് ഇങ്ങനെ പോകുമ്പോൾ മടിയൊക്കെ വെച്ചിട്ടാണല്ലോ പോകുന്നത്, വയസ്സിലേക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബ്ലോക്കൊക്കെ വരുമ്പോൾ അവർക്ക് വലിയ പ്രശ്നമാണ്. നടവഴികളും പൊതുസ്ഥലങ്ങളും ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബോധവൽക്കരണം ആരംഭിക്കുന്നത്. എന്റെ വഴി എന്റെ അവകാശം എന്ന സന്ദേശം നൽകുന്ന പരിപാടി ലോക ഭിന്നശേഷി ദിനമായ ഡിസംബർ 3-ന് ആരംഭിക്കും. സംസ്ഥാന തലത്തിൽ തുടങ്ങുന്ന ബോധവൽക്കരണം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് സക്ഷമ ലക്ഷ്യം വെക്കുന്നത്. രേഖകളിലൊക്കെ ഭിന്നശേഷി സൗഹൃദമാണ്, ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ഭിന്നശേഷി സൗഹൃദമാണ്. പക്ഷെ അത് ഭിന്നശേഷി ഉള്ളവർക്ക് സൗഹൃദമാകുന്ന തരത്തിലാണോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. അപ്പൊ അതുകൊണ്ട് സക്ഷമ കേരളം മുഴുവൻ ഒരു വലിയൊരു മൂവ്മെന്റ് ഏറ്റെടുക്കുകയാണ്. എൻ്റെ വഴി എൻ്റെ ജീവിതം. നമുക്കറിയാം, അവരുടെ ജീവിതത്തിന് വേണ്ടി, അവരുടെ ജീവിത മാർഗം തേടിയുള്ള യാത്രയാണ്. അവർ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ 1-2 പേരുണ്ടാവാം. അപ്പോൾ ആ ജീവിത മാർഗത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റി അവരുടെ ജീവിത ലക്ഷ്യം സാധൂകരിക്കുന്ന തരത്തിൽ അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പ്രാപ്തരാക്കുക. സക്ഷമ ഏറ്റെടുക്കുകയാണ് ആ മൂവ്മെന്റ്. കേരളം മുഴുവൻ ഏറ്റെടുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുമെന്നും സക്ഷമ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AS പ്രദീപ് കുമാർ അറിയിച്ചു. ഇതിന്റെ രണ്ടാം ഘട്ടം എന്ന രീതിയിൽ ഒരു പക്ഷേ പ്രക്ഷോഭം പോലെയുള്ള അല്ലെങ്കിൽ സമരപരിപാടി പോലെയുള്ള വിഷയങ്ങളിലേക്കും സക്ഷമയ്ക്ക് പോകേണ്ടി വന്നേക്കാം. പക്ഷേ ഒന്നാം ഘട്ടം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരിക, എല്ലാവരും മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള വഴികൾ ഇന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. ലോക ഭിന്നശേഷി ദിനമായ ഈ മാസം 3-ന് എറണാകുളത്ത് പ്രതിഷേധ സംഗമം നടത്തും. ഹൈക്കോർട്ട് ജംഗ്ഷൻ വഞ്ചി സ്ക്വയറിൽ രാവിലെ 10:30-നാണ് പരിപാടി. പൊതുപ്രവർത്തകനും മുൻ MPയുമായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ സക്ഷമ സംസ്ഥാന സമിതി അംഗം R രഘുനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തും. ജനം, കൊച്ചി.